രമേ എവിടെ എത്തി? എവിടെ? ആ പാഴുത്രിക്കോളിൻ്റെ അവിടെ അല്ലേ? ആ ആ അവിടുന്ന് നടന്നാൽ മതി, ഓട്ടോയിൽ നിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു കിലോമീറ്റർ കഷ്ടി. ശരി ശരി ശരി. ശങ്കരപ്പൂപ്പിന്റെ അമ്മേന്റെയും വരുന്നുണ്ടല്ലേ? എത്താറായി ഇപ്പോ. അതെ, ഒരു കാര്യം പറയാം, അപ്പൂപ്പിനെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. എന്തിനാ? എല്ലാം മറന്നാ? എന്നാ അപ്പൂപ്പിനെ അച്ഛനും കൂടി കുടിച്ചിട്ട് വന്ന് കാണിച്ച പൂയിലൊക്കെ. ആ അത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ, ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പിന്നെ എന്തിനാ അവരിങ്ങോട്ട് വിളിച്ചമ്മ? എന്തേ? അതൊക്കെ ആവശ്യമുണ്ടേ. സുരേന്ദ്രൻ ചീറ്റമ്മ വിളിച്ചോ? വിളിച്ചിട്ടുണ്ട്, വരുമെന്നൊന്നും അറിയില്ല. അമ്മേ, ഞാൻ ഒരു കാര്യം പറയാം. വസ്തുവിന്റെ കാര്യം ചർച്ച ചെയ്യാനാണ് എല്ലാരും കൂടെ വിളിച്ചു വരുത്തുന്നതെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നേരത്തെ പറയണം. എനിക്ക് വീട്ടിൽ പോവാനാ. അയ്യോ, ഇവിടെ വഴക്കുണ്ടാക്കുന്ന അടിയുണ്ടാക്കുന്ന നിന്റെ അച്ഛനാ. നീ നിന്റെ അച്ഛനെ ഇവിടുന്ന് പോയാൽ ആകെ സമാധാനവും. ഓ അങ്ങനല്ലേ? ശരി, ഞാനും എന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോയിക്കോളാം. ഇവിടെ വാടാ, എന്തെങ്കിലും കിട്ടിയ ഉടനെ അവിടെ കൊണ്ട് കൊളുത്തിക്കോളാം കേട്ടോ. എന്നിട്ട് അത് കേട്ട് അച്ഛനൊന്നും ബഹളം ഉണ്ടാക്കട്ടെ. ചുമ്മാ അല്ല അച്ഛൻ കുടിക്കുന്നത്. ഉണ്ടായിരിക്കടാ, ഇവൻ അച്ഛന് കുടിച്ചാണ് ഇഷ്ടം. അപ്പൊ കയ്യിൽ കുറെ കഴിക്കാനുള്ള പൊതിയായിട്ട് വരാല്ലോ മക്കളെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, നല്ലൊരു 1-ാം തീയതി ആയിട്ട് വെറുതെ അടിയും വേഗമൊന്നും ഉണ്ടാക്കല്ലേ. 1-ാം തീയതിയാ? 1-ാം തീയതി നാളെയാണ്. അല്ല, 1-ാം തീയതിക്ക് ഇന്നലെ അല്ലേ ഇത്? 1-ാം തീയതിക്ക് മുമ്പേ ഇങ്ങനെ അടിയും വേഗമൊന്നും ഉണ്ടാക്കല്ലേന്ന്. അച്ഛനെ പോലെ തന്നെ ഉരുളൻ മിടുക്കൻ. അമ്മ ശരിക്കും കൊടുത്താൽ അത് ഉരുട്ടങ്ങ് പോയിക്കോളും. ഒരടി അങ്ങോട്ട് വെച്ചു തരാം. പോടന്ന് ബഹളം ഉണ്ടാക്കാതെ. ഇങ്ങനൊരു സാധനത്തെ നമുക്കായിട്ട് വെച്ചിരുന്നല്ലേ. കൊടുക്കുമ്മ ഓർമ്മോട്ട് നോക്ക്. നടന്ന് ഊപ്പാട് തന്നു ഒരു ആട്ടോ പിടിക്കാൻ പറഞ്ഞാൽ നീ അത് കേൾക്കിയില്ല. അച്ഛനൊന്നും മിണ്ടാണ്ട് വരുന്നുണ്ടോ? എത്തിയില്ലേ? പിന്നെന്താ ഇപ്പോഴൊരു ഓട്ടോ പിടിക്കണം. ചേച്ചി, അമ്മ. എന്റെ ഒരുമാതിരി പിച്ചക്കാര പോലെ അമ്മ താഴേന്ന്. ഇനി ഇത് നമ്മളെ വീടല്ലേ, ഇങ്ങോട്ട് കയറി വാ. എടാ ചപ്രതലയാ, അമ്മ ഇത്രയും പെട്ടെന്ന് എത്തിയാ? രമേ ചേച്ചി, ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഹസ്ബൻഡിനെ കൊണ്ടുവരുമായിരിക്കുമെന്ന്. അതിന് അവ എവിടെ? അവൻ നാട് വിട്ടാ? ആ നാട് വിട്ട പോലെയൊക്കെ തന്നെ. ഏതോ ഒരു കമ്പനിയിൽ ജോലി കിട്ടി പോലും 5000 രൂപ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ബഹളായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. ആക്ക് കൊടുക്കാനോ എന്തോ. ശങ്കരനോ ഇവിടെ ഭാര്യയായി? അയ്യോ, കാലെന്തടാ കെട്ടി? ഇവിടെ വന്നാ വച്ചിട്ട് ഉറപ്പല്ല എണ്ണാ. സ്വഭാവം ശരിയല്ലെങ്കിൽ എവിടെ പോയാലും വച്ചേട്ടേണ്ടി വരും. ചേട്ടാ, ചേട്ടന്റെ പിണക്കൊക്കെ മാറിയാ? അയ്യോ, എനിക്ക് ആരുടെ പിണക്കാം. ദേഷ്യം വരുമ്പം വല്ലതൊക്കെ വിളിച്ച് പറയും, അത്രേ ഉള്ളൂ. ഒന്ന് മനസ്സിൽ വെച്ചോണ്ടല്ല, ഇവിടെ ഓരോരുത്തര് മനസ്സിൽ വെച്ചോണ്ടല്ലേ പെരുമാറണേ. ചേട്ടനല്ലേ ഇപ്പൊ മനസ്സിൽ വെച്ചോണ്ട് ഓരോന്ന് പെരുമാറുന്നത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഓരോ കുത്തുവാക്കുകൾ പറയുന്നേ. ഡേയ്, ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കരുത്. നീ കൊറേയൊക്കെ ഒതുങ്ങാറുണ്ട്. അച്ഛാ, ഒന്നും മിണ്ടാണ്ടിരിക്കോ? വന്ന് കേറുതേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെ അച്ഛനെ എവിടെ കൊണ്ടുപോകാൻ മടിക്കുന്നേ. ഇവള് കൊണ്ടുവന്നാണ് ഞാൻ വരാൻ. പാടിയില്ല ജോലി നോക്കി. രമേ, നീ മിണ്ടാനല്ലേ? ശങ്കരൻ പറയട്ടെ, ഇവിടെ എല്ലാം കേൾക്കാൻ വരുത്ത ഇവിടെ വെറുതെ ഇരിക്കല്ലേ. നിങ്ങൾ പറയണ കേക്കട്ടെ. ഡേയ്, നീ കൊച്ചിലെ ഈ കുടുംബത്തിൽ വന്ന് കയറിയല്ലേ. ഇവർ നിന്റെ അച്ഛനും അമ്മയ്ക്കും സമൂഹമല്ലേ. അവർ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ? അതും കേട്ടുകൊണ്ട് തിരിഞ്ഞങ്ങ് പോണോ? ഈ ദേഷ്യം കൊള്ളൂല കേട്ടതാണ്. എന്തായാലും അണ്ണന് തോന്നിയല്ല വന്ന് ഉപദേശിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഇങ്ങനെ നല്ല ഉപദേശങ്ങളൊക്കെ ഒന്ന് കൊടുക്കണേ അണ്ണ. ഡേയ്, നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് ഇവള് വിളിച്ച ഉടനെ ഇവിടെ എത്തിയത് അതാണ്. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നീ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാനിവിടെ വരില്ല. ഇവിടെയല്ല അവിടെയായാലും ഞാൻ വരില്ല. നിനക്ക് വേണ്ടി എന്നെ വരണ്ടെന്ന് പറയാം. കാരണം നമ്മുടെ കുടുംബത്തിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പിച്ചക്കാരൻ. അണ്ണാ, ബാലു ഈ പൈസ നോക്കി ആരും സ്നേഹിച്ചിട്ടില്ല. ബാലുവിന് എല്ലാവരും വേണം. ബാലു വഴക്കാളിയാണ്, അത് സമ്മതിച്ച്. പക്ഷെ ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നത് അതാണ് ബാലു. എന്നെ മനസ്സിലാക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദയവക്ക് പോലും മനസ്സിലാക്കേണ്ട ഒരു ദിവസം വരും. അന്ന് ബാലു കാണൂല. പറഞ്ഞു നോക്കളെ, മനസ്സിലാക്കുന്ന ദിവസം വരും. കുട്ടണ്ണ, ആരെ ശങ്കരനോ? വാ 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 വാ. എപ്പോ വന്നു ശങ്കര? ഇപ്പം വന്നതേ ഉള്ളൂ. രാവിലെ തന്നെ തുടങ്ങിയ. രാവിലെ 6 മണിക്ക് ഞാൻ പറമ്പിലിറങ്ങും, ഒരു 11 മണി വരെ. പിന്നെ കയറിയ ഉച്ചയ്ക്ക് 3 മണിക്ക് വീണ്ടും ഇറങ്ങും. ഇവിടെ
പണ്ട് ജോലിക്ക് 19 പേരുണ്ടായിരുന്നില്ല അകത്തും പുറത്തുമായിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അതൊക്കെ ഉണ്ട്. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ രാവിലെ പറമ്പിലിറങ്ങണം. ഒരു 9:30 ആകുമ്പം കയറി കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോകും. സ്കൂളിൽ നിന്ന് വന്നാലോ 1 മണിക്കൂർ പറമ്പിൽ പണി, പിന്നെ കുറേ നേരം കളി. ഇല്ലേ ഈ പണി ചെയ്തില്ലെങ്കിലും ഉണ്ടല്ലോ അച്ഛൻ കൊന്നുകളയും. അപ്പൊ കൊറേ വർഷമായിട്ട് പണി ചെയ്യുന്നുണ്ടല്ലേ? ഇനി ഒന്ന് വിശ്രമിച്ചൂടെ അണ്ണാ? ഓ എടാ, വിശ്രമിക്കാൻ പോയാൽ പിന്നെ അസുഖങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. ഇനി ഒരൊറ്റ വിശ്രമമേ ഉള്ളൂ, പിന്നെ ഒരു ജോലിയും ചെയ്യണ്ട. അപ്പൂപ്പനും കൊറേ സ്ഥലമില്ലായിരുന്നോ? ഉണ്ടായിരുന്നു മക്കളെ. ആനന്ദേശ്വരത്ത് 2 ഏക്കർ, കോട്ടയാൽ 1.5 ഏക്കർ. എന്നിട്ട് അതൊക്കെ എന്തിയെ? ഒന്നും പറഞ്ഞ എല്ലാം കള്ളി ചാപ്പി കൊടുത്ത്. കള്ളി ചാപ്പില്ല? ഓ, എല്ലാം വിറ്റ് കുടിച്ച് തീർത്തെന്ന്. അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയി മക്കളെ. അതുകൊണ്ടാ ഇങ്ങനെയാണ് അനുഭവിക്കുന്നേ. അവൻ എന്റെ ബാലുവിന്റെ മോനല്ലേ അണ്ണാ, അവൻ പറയട്ടെ. അപ്പൂപ്പാ, ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ? കാലെല്ലാം കൊള്ളരുത് കേട്ടോ. ഇല്ല. മമ്മട്ടി നേരെ പിടി മക്കളെ. ഇങ്ങനല്ലേ? അങ്ങനെ തന്നെ. ഇങ്ങോട്ട് കളിക്കടാ. അപ്പൂപ്പന് വയ്യ മക്കളെ. അപ്പൂപ്പൻ എപ്പ വെട്ടിയാ അപ്പൂപ്പന് കുഴി വെട്ടേണ്ടി വരും. നീ വെട്ടല്ല, നീ അന്നേരം വെട്ടിക്കോളാം. വല്ല കാപ്പിയോ വല്ലതും കഴിച്ചോ? അങ്ങനെ ഇല്ല, വന്നിട്ടാണ് കുടിക്കാൻ. അത് ശരി, അതിനല്ലേ ഞാൻ അങ്ങോട്ട് വന്നത്. ഓ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് തന്നെ വരണ പോവാ. ഓ വരണം. തൂമ്പാ വിട്ടിരിക്കട്ടെ, ബാക്കി പിന്നെ മകള് വാ നടക്ക്. ഒരുവിധം ശരിയായി വരുമ്പോൾ പിന്നെയും ഓടി. ചക്കപ്പഴം പോലെയായി കാല്. ഇതാരാ പ്രാക്കാണെന്ന് പോവാറ്. കാല് നല്ല വേദന ഉണ്ടോ? ഇല്ലടാ, നല്ല സുഖം. കുറച്ചും കൂടെ ഒടിഞ്ഞെങ്കിൽ എടുത്താൽ കളയായിരുന്നു. ഞാൻ ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. ഇങ്ങോട്ട് പോ. എന്താ കുടിക്കാൻ വെള്ളം കൊണ്ടുപോടെ. കുടിക്കാൻ വെള്ളം എടുത്തുണ്ട്. അച്ഛനെ കുറച്ച് വെള്ളം എടുത്തേ. എന്താ ലച്ചു? അച്ഛനെ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കൂ. ഇപ്പൊ കൊണ്ടുവരാൻ ചേട്ടാ. ലച്ചു, നീ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. നീ മുങ്ങി നടന്നോ, ഞാൻ പിടിച്ചോളാം. അവള് കിളിച്ചോണ്ട് പോകുന്ന കേട്ടില്ലേ? മാടമ്പയ്ക്ക് മക്കള് 300, ഒരു പ്ലാവിലെടുക്കാൻ ആളില്ല. അമ്മള വീതി. എന്നാ ചേട്ടാ വെള്ളം. അയ്യോ, പച്ചവെള്ളം എടുത്തോളൂ വന്നത്. ചൂടുവെള്ളം വേണമായിരുന്നോ? ഇനി ചൂടാക്കുമ്പോൾ നേരം കുറെ കഴിയും. എവിടെ പോയി? അച്ഛടെ പോയി. അച്ഛൻ ചേച്ചിയുടെ അച്ഛനെ തിരക്കി പറമ്പിലേക്ക് ഇറങ്ങി. കുട്ടമ്പള അവനെ അടുത്തേക്ക് വന്ന് കയറിയപ്പോഴേ നിന്റെ അച്ഛൻ എനിക്കൊരു പണി തന്ന്. അതൊന്നും കാര്യാക്കണ്ട ചേട്ടാ. അച്ഛൻ വലിയ കാരണവര് ചമഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കുടിച്ച് അലമ്പുണ്ടാക്കിയില്ലേ, അതൊക്കെ നമ്മൾ മറക്കാനുള്ള അടവാ. അടവൊക്കെ എനിക്കറിയാം. ഇനി വരട്ടെ, ഞാൻ കയറി കൊടുക്കാം. എന്താ ബാല, ചൂട് കഞ്ഞിവെള്ളം. അയ്യോ, മാമി എടുത്തോണ്ട് വന്നാ. എന്താ ഞാൻ കൊണ്ടുവന്നാ നീ കുടിക്കില്ലേ? എന്നാലും നീ കുടിക്കടാ. ഉപ്പ് കൂടുതലുണ്ടോ മോനെ? എല്ലാം കറക്റ്റ്. മാമിയിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് കാലം എത്രയായി. അത് കൊള്ളാം. നീ കൊച്ചുനാളി എന്തും വേണ്ടി വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചിട്ടുള്ള സന്തോഷത്തോടെ. ഇപ്പോഴല്ലേ നിനക്ക് എന്നോട് വെറുപ്പ്? ആര് പറഞ്ഞു? എനിക്ക് പഴയ മാമി തന്നെ. എനിക്ക് ഇപ്പോഴും ഇപ്പോഴത്തെ മാമീനെ പഴയ മാമി ഇപ്പോഴും. മാമിക്ക് തന്നെയല്ലേ ഇഷ്ടമല്ലാത്ത? അത് നിന്റെ തോന്നല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സമാധാനിക്കണേ. അയ്യോ മതി മാമി. അയ്യോ, പക്ഷെ 2 കാല് നടക്കാനുള്ള വിധിയില്ല. ഇവിടെ വരുമ്പോഴേ ഉള്ളൂ ഇത്. അമ്മ, എന്താ മരുമനോട് പ്രത്യേക സ്നേഹം? എനിക്ക് അവനോട് സ്നേഹക്കുറവൊന്നുമില്ല. നിന്റെ കാര്യത്തിൽ ഇടപെട്ടാ ഞാൻ എപ്പോഴും അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അതാ അവൻ എന്നോട് വെറുപ്പ്. ഓ, അവള് സ്നേഹത്തിന്റെ കാര്യം തിരക്കാൻ വന്നിരിക്കും. ഒന്ന് പൊടി വേണേ വിടുന്നു മാറ. എന്തിനും ഏതിനും കുറ്റം ആരുടെങ്കിലും ഒക്കെ തലയെ കൊണ്ട് വെച്ച് രക്ഷപ്പെടാൻ നല്ല മിടുക്ക. അതിനോട് ആരും മോശക്കാരല്ല. എന്തോ എന്നല്ലേ ഉദ്ദേശിച്ചേ? ചേച്ചിനെ ഉദ്ദേശിച്ച് ഞാൻ അങ്ങനെ പറയോ? കള്ളി മിടുക്കി, പുരോഗമനമുണ്ട്. എന്തുമാത്രം ചക്ക കാച്ച പ്ലാവാണ്. കഴിഞ്ഞ വർഷം തീരാതെ കാച്ച്. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ചക്ക, മാവ്, പ്ലാവ്. ഇപ്രാവശ്യം ചക്ക കുറവാ, മാങ്ങ ഒരുപാടുണ്ട്. പക്ഷെ ഒന്നും അങ്ങ് എത്തണില്ല. അല്ല, എത്താക്കുമ്പോ നിൽക്കുകയല്ലേ, പറയാൻ എന്ത് പാടെന്നറിയാം.
നിങ്ങളുടെ ഫോണിൽ ആ ചെട്ടിയാരി കിടന്ന് വിളിക്കുന്നു. നീ എടുത്തായിരുന്നോ? ഓ ഞാൻ എടുത്തില്ല. എന്താ? എനിക്കെങ്ങും വയ്യ അയാളോട് സംസാരിക്കാൻ. അയാള് സോപ്പിടിയിലാണെന്നേ. തമ്പുരാട്ടി എന്ന് വിളിച്ചങ്ങ് തുടങ്ങും. എന്തിനാന്നോ? തേങ്ങായ്ക്ക് വില കുറയ്ക്കാൻ. അല്ല എന്താ? തേങ്ങ എടുക്കാൻ വിളിച്ചതായിരിക്കും. ഞാൻ പോയി അങ്ങോട്ടൊന്ന് വിളിക്കാം. അയ്യോ ഇവിടെ എന്തോന്ന്, ഇവിടെ ആരും വൃത്തിയാക്കാനൊന്നും ഇല്ലേ? മൊത്തം കാടും പടപ്പം പിടിച്ച് കിടക്കാനല്ലേ? മാമി ഈ മരം വെട്ടിക്കളയാനെന്ത് വെയിലെങ്കിലും കിട്ടിയാണ്? എടാ ഇത് അശോക ചെത്തിയാ. ഇത് വെട്ടിക്കളയാനോ? ഇത് സത്യമുള്ള മരവാ. ഇന്ന് കണ്ണിച്ചോറിയില്ലാതെ സംസാരിക്കുന്ന കേട്ടില്ലേ? ഡേയ് നിന്റെ വല്ലേച്ചൻ ഭാസ്കരന്റെ വീട്ടില് നീ എത്രാം ക്ലാസ് പഠിക്കുമ്പോണ് വന്നത്? 10ാം ക്ലാസ്സില്. അങ്ങ് എവിടെ താമസിക്കുന്നത്? ഇത് നമ്മുടെ പറമ്പിന്റെ അപ്പുറത്ത്. ഓ അപ്പം ഭാസ്കരനെ മരിച്ചപ്പം അവിടുന്ന് എല്ലാരും അങ്ങ് പോയി അല്ലേ? എല്ലാരും പോയി. ഇപ്പൊ എന്താ ചത്ത് മോളിൽ നിൽക്കുന്നു. അതിന് ഇവൻ വല്ലിച്ചിന്റെ വീട്ടിലൊന്നും നിൽക്കില്ലായിരുന്നു. ഇവൻ ഈ വീടിന് ചുറ്റിപ്പറ്റി നടക്കില്ലായിരുന്നോ? അത് എന്റെ മാമിയും മാമനെയും കാണാൻ വേണ്ടി മാത്രം വന്നില്ലേ? മനസ്സിലായി മനസ്സിലായി. പഴയ കാര്യങ്ങൾ നാണം കെടുത്ത ചെറുക്കൻ്റെ ഒരു നാണം കണ്ടില്ലേ? ഓടാടുന്നു കാലി പറ്റി കുറച്ച്. കള്ളനാവേ കള്ളൻ. ഓ നീ കള്ളനെ കഞ്ഞി വെച്ചോളും തന്നെ. അമ്മയുടെ അല്ലേ മോള്. എന്തടി പറയുന്നേ? ഓടുന്നു. തിരിച്ചോടാ കൊറേട്ടാ കേശു ഓട് ഓട് നീ എന്തിനാണ് കിടന്ന് ബഹളം വെക്കുന്നത്? നിന്റെ ആവേശം കണ്ടാ തോന്നൂല നീ ഇപ്പൊ ഇറങ്ങി ഓടുവന്ന്. കാല് വയ്യാതായി പോയി. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പറന്നനെ. അതെനിക്കറിയാം. നീ മുറ്റത്തോട് ഓടിക്കളിച്ച് നടന്നതല്ലേ? ഒരിക്കൽ നീ ഉരുണ്ട് വീണ് മുട്ടുപൊട്ടി ചോര വന്നപ്പോഴേ ഞാൻ ആ മരുന്ന് വെച്ച് കെട്ടിത്തന്നെ. മുട്ടുപൊട്ടി ചോര വന്നപ്പോഴേ എവിടെ കിടന്ന് നല്ല വിളിച്ചു അയ്യോ 10 മോനുണ്ട്. അത് പിന്നെ എനിക്ക് വിഷമം വരത്തില്ലേ? ഞാൻ നിന്നെ എന്റെ മോനെ പോലെയല്ലേ കണ്ടിരുന്നേ. അതുകൊണ്ട് മരുമോനായിട്ടെങ്കിലും കിട്ടി. അയ്യോ എന്താടി ഒരു നീട്ടി അയ്യോന്ന്? അവനായതുകൊണ്ട് കൊള്ളാം. അത് ശരി. ഇപ്പൊ ഇങ്ങനെ ആയാ? വേറെ വല്ലതായിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയാലോ? പിന്നേന്നോ? എനിക്ക് പോടി ഓടുന്നു. അമ്മേനീറ്റു ആദ്യം. ഞാൻ അങ്ങോട്ട് പോവാൻ. എന്താ മാമിക്ക് എതിരായിട്ട് സംസാരിക്കണം? നാക്കിനെ പിടിച്ചോളഞ്ഞേ. വന്നാ മതി പിടാനായിട്ട്. നിങ്ങൾ എണീറ്റു ആദ്യം. കുട്ടമ്പിള്ളേരെ മോളെ. അല്ല മാമ അതെ ഈ തമാശക്ക് വിളിച്ചേ ഒരു ശീലമായി പോയി. ഇല്ല ഇല്ല എപ്പോഴും വിളിക്കും ഇങ്ങനെ തന്നെ. എപ്പോഴാണ് വിളിക്കുന്നത്? കുട്ടമ്പിള്ളേരെ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മനുഷ്യന്റെ മോളാണെന്ന് ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യണം. കുട്ടമ്പിള്ളേരെ മോളെ അമ്മയുടെ അതേ സ്വഭാവം. എന്നെ എന്തിനാടി അടക്കി പിടിച്ചിട്ട്? അമ്മ ഇങ്ങനെ തന്നെയല്ലോ സ്വഭാവം. നീ എപ്പോ കണ്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത്? ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു മരുമോന്റെ സൈഡായി. അറിയാം ഞാൻ ബോളില്ലേ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറിയാം. എപ്പടി കിടന്നു കാല് വയ്യാതായി പലയിടത്തും ആഴ്ച കാലി കൊടുത്തു. വേണ്ട നീ അടങ്ങി ഇരുന്നാ മതി. ശങ്കരൻ എന്തിനാ ചിരിക്കുന്നേ? ഞങ്ങളെ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുന്നത് ശങ്കരനെ അതിനിടയ്ക്ക് കയറി കിടന്നിരിക്കുന്നു. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്താ ഊമയെ കണക്ക്? കഥകളി കാണിച്ചു വെച്ചാ മതി. കാര്യം പറയത്തില്ല. അമ്മ തിരിച്ചു വന്നു. മതിയടാ വഴ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിർത്ത് മതി ശങ്കര നിർത്ത്. ശങ്കരണ്ണ കഴിഞ്ഞ് നിർത്തായി. നാളെ ആരൊക്കെയാണോ വരുന്നത്? ഒരു വിളിയില്ല. നീലു നീലുവേ എന്താ നീ നെയ്യാറ്റുകാർക്ക് വിളിച്ചോ? ആരെങ്കിലും വരുവോ? വിളിച്ചിരുന്നു. സുരേന്ദ്രൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ മാത്രമേ വരൂ? വേറെ ആരും വരില്ല? ശങ്കരണ്ണന്റെ അമ്മ വന്നില്ലേ? കണ്ടില്ലേ കാല് വയ്യാത്തോണ്ട്. അമ്മമ്മേ എന്താ എല്ലാരും വിളിച്ചു വരുത്തുന്നേ? അതൊക്കെ പിന്നെ പറയാ. വെളുപ്പിന് എല്ലാരും എണീറ്റ് കുളിച്ചോണം. അമ്പലത്തിൽ പോകേണ്ടതാ. അല്ല അമ്മമ്മേ അപ്പൊ നാളെ എന്ത് വിശേഷം? അത് നാളെ പറയാം. അങ്ങോട്ട് പറയടി. വയസ്സുകാലത്ത് സസ്പെൻസ് ഉണ്ടാക്കാൻ നോക്കാതെ. ഞാൻ പറയാം. നാളെ പറയട്ടാ. നാളെ അമ്മുമ്മേരെ പിറന്നാളാണ്. ശരിക്കും സദ്യ വേണ്ട. സദ്യ ഇല്ലാതെ എങ്ങനെയാടാ? മാമി പൈസ ഒന്നും ചെലവാക്കണ്ട. നാളെ രാവിലെ പിള്ളേരെ കൊണ്ട് അമ്പലത്തിൽ ഇപ്പൊ തൊഴിച്ചിട്ട് വന്നാൽ മതി. സദ്യയുടെ ചെലവെല്ലാം ഞാൻ ഏറ്റ്. ആരും ഒന്നും അറിയണ്ട. നാളെ മാമിയുടെ ബർത്ത്ഡേയുടെ എല്ലാ ചെലവും ഈ മരുമോനെ ബാലേന്ദ്രൻ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു.
പോയി ഇപ്പൊ നാളെ താർക്കാ അടിച്ചു പൊളിക്കാവാ വാ മക്കളെ എല്ലാരും വാ